എടാ നിന്റെ ഭാര്യയുടെ വിചാരം എന്താണ്? അവള് വലിയ മഹാറാണിയാണെന്നാ? ഞാൻ അവളോട് ഒരു മാലയില് ചോദിച്ചുള്ളൂ. എന്നിട്ട് അവൾ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞ് അമ്മനോട്. അയ്യോ, അവളുടെ അമ്മയച്ഛനും കഷ്ടപ്പെട്ട് മേടിച്ചെന്നാണ് അത്ര തരൂലെന്ന്. ഒരു പവന്റെ മാല തന്നു കഴിഞ്ഞാൽ എന്താണ് 10 ലക്ഷം രൂപയൊന്നും കിട്ടൂല. കൂടിപ്പോയാൽ ഒരു 70-80 കിട്ടും. ഒരു അത്യാവശ്യമുള്ളതല്ലേ ചോദിച്ചത്. നിന്റെ ഭാര്യ ഭയങ്കര സാധനം തന്നെ കേട്ടാ. അവളെ നീ സൂക്ഷിച്ചോ. കുറെ നാളെയുമ്പോ നിന്റെ നേർക്ക് ഒരു ചോദ്യം ചെയ്യല് ഉണ്ടാവും അവളുടെ. എന്റെ സ്വർണ്ണമൊക്കെ എന്ത് ചെയ്തെന്ന് നോയിക്കോടാ, നിനക്ക് അത് തന്നെ കിട്ടണം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലടാ ഈ പിശാചിട്ട പെണ്ണ് വേണ്ടെന്ന്. അപ്പൊ നീയല്ലേ പറഞ്ഞ അയ്യോ ഇത്രയും നല്ല പെണ്ണ് വേറെ ഇല്ലെന്ന്. എന്തെന്നാടാ ഇത്? കുട്ടേട്ടാ, എത്ര നേരെ കുളിക്കാൻ കയറിയിട്ട് ഇറങ്ങണില്ലേ? ഞാൻ ഇറങ്ങിയടി. ചേച്ചിയാണല്ലോ. എടാ നിന്റെ ഭാര്യയുടെ വിചാരം എന്താണ്? അവള് വലിയ മഹാറാണിയാണെന്നാ? ഞാൻ അവളോട് ഒരു പവന്റെ മാലയില് ചോദിച്ചുള്ളൂ. എന്തൊരു ചൂടാണല്ലേ, ഒരു രക്ഷയില്ല. രേവു ഇവിടെ ഉണ്ടായിരുന്ന? എൻ്റെ അമ്മേ, ഒന്നും പറയണ്ട. പിള്ളേർക്കൊക്കെ ഇവളെയാണ് ഇഷ്ടം. എന്നെ പോലും ഇഷ്ടമല്ല. എന്തൊക്കെയാ പറയണേ, രേവമ്മനെ ഒന്ന് കാണണം, രേവമ്മയുടെ അടുത്ത് പോയി നിൽക്കണം, ഇത്രയും നല്ലൊരു അമ്മായിനെ ഞങ്ങൾക്ക് കിട്ടിയല്ലാന്ന്. ചേട്ടനും പറയാറുണ്ട് കേട്ടോ, സതീഷ് ചേട്ടനെ എപ്പോഴും പറയും ഇതുപോലെ ഒരു നാത്തൂനെ കിട്ടിയാടി നിന്റെ ഭാഗ്യമൊന്ന്. എനിക്കറിഞ്ഞൂടെ, മോൾ അത്രയും സ്നേഹമായിട്ടല്ലേ ചേച്ചിനെ അമ്മനെയൊക്കെ നോക്കണത്. അയ്യോ, ഞാനത് എപ്പോഴും പറയും വീട്ടില്. അയ്യോ, ഇവളെ പോലെ ഒരു നാത്തൂനെ കിട്ടിയതാണ് എൻ്റെ ഭാഗ്യമൊന്ന്. മോൾ എത്ര നല്ല നല്ല ചുരിദാറാണ് എനിക്ക് തന്നെ തന്നേക്കണത്. അപ്പം അതൊക്കെ കാണുമ്പോ എൻ്റെ നാത്തൂമാര് പറയും അയ്യോ ചേച്ചിയുടെ ഒരു ഭാഗ്യം. എന്തൊരു അഭിനയമാണ്. എന്തൊക്കെയാ ഇന്നലെ ചേട്ടൻ്റെ ഫോണിലോട്ട് മെസ്സേജ് അയച്ചത്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ വന്നേക്കാ. ഞാൻ ആ മെസ്സേജ് ഒന്നും കണ്ടിട്ടില്ലെന്നാ ചേച്ചിയുടെ വിചാരം. പോലും മാറില്ല. ഇങ്ങനെ കൊള്ള അഭിനയം. പൊന്നു മോളാണ്.